നരേന്ദ്രമോദിക്കെതിരെ വലിയ പോരാട്ടം നടത്തി രാഹുൽ ഗാന്ധി വീണ്ടും താരമാവുകയാണ്. വയനാടിനൊപ്പം റായ്ബറേലിയിലും നേടിയ മൃഗീയ ഭൂരിപക്ഷം ഹിന്ദി ഹൃദയഭൂമിയിലേക്കുള്ള രാഹുലിന്റെ ശക്തമായ തിരിച്ചുവരവാണ്. ഭാരത് ജോഡോ യാത്രയടക്കം നടത്തി സ്വയം നവീകരിച്ച രാഹുലിന്റെ നയങ്ങളും പരിപാടികളും സാധാരണക്കാർ ഏറ്റെടുത്തതിന്റെ തെളിവ് കൂടിയാണ് കോൺഗ്രസും ഇന്ത്യാ സഖ്യവും നടത്തിയ മുന്നേറ്റം. ഇന്ത്യാ സഖ്യത്തിൽ കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ച ചെയ്തു. ചരിത്രത്തിലാദ്യമായി 330 സീറ്റുകളിൽ മാത്രം കോൺഗ്രസ് ഇക്കുറി മത്സരിച്ചത് രാഹുലിന്റെ തീരുമാനമായിരുന്നു. വയനാടിന് പുറമെ വടക്കേ ഇന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ തുടക്കത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. സുരക്ഷിത സീറ്റിൽ മത്സരിച്ചുവെന്ന ആക്ഷേപം നേരിട്ടെങ്കിലും റായ്ബറേലിയിൽ രാഹുൽ നേടിയ 4 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം അതിന്റെ മുനയൊടിക്കുന്നതാണ്. അതേസമയം സർക്കാർ രൂപീകരണവുമായി BJP മുന്നോട്ടു പോകുമ്പോൾ NDA സഖ്യകക്ഷികളെ കൂടി നിർത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യാ സഖ്യം. ഭാവി നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യാ സഖ്യവും ഇന്ന് യോഗം ചേരുന്നുണ്ട്. വൈകിട്ട് 6-ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് നിർണായക യോഗം. NDAയുടെ ഭാഗമായ JDU, TDP പാർട്ടികളെ ഒപ്പം നിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. സർക്കാർ രൂപീകരണ സാധ്യത തേടാനാണ് ഇന്ത്യാ സഖ്യത്തിന് തീരുമാനം. ഇതിന്റെ ഭാഗമായി നിതീഷ് കുമാറിനോടും ചന്ദ്രബാബു നായിഡുവിനോടും ചർച്ചകൾ തുടരും. ഇന്നത്തെ NDA യോഗത്തിൽ നിതീഷ് കുമാർ പങ്കെടുക്കും. മറ്റ് സ്വതന്ത്ര പാർട്ടികളെയും ഇന്ത്യാ സഖ്യത്തിൽ എത്തിക്കാൻ നീക്കമുണ്ട്. സർക്കാർ രൂപീകരണ നീക്കങ്ങളിൽ മമതാ ബാനർജിയും സഹകരിക്കും. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.